ഇത് വെച്ച് ഏകദേശം ഷോൾഡറിന്റെ ലെങ്ത്തിൽ ഇത് ഈ ഒരു മുടിന്റെ ലെങ്ത്തില്ലേ ഇന്നത്തെ വ്ളോഗിൽ നികിയുടെ ദുഗുന്റെ മേക്ക് ഓവർ. മുടി മുറിച്ചിട്ട് എന്താ കോലം? പിന്നെന്താ ഗൈസ്, അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാലേ രണ്ടെണ്ണത്തിനെയും കൊണ്ട് ഞാൻ പോവുകയാണ്. എവിടേക്ക്? മുടി കട്ട് ചെയ്യാൻ. അതെ, നികിയുണ്ട്, നമ്മുടെ ദുഗുണ്ട്. ഇവരാണല്ലോ ഇപ്പൊ മുടിയുള്ള ആൾക്കാർ. അതെ, മുടി കട്ട് ചെയ്യാൻ വേണ്ടി പോണെന്ന് പറയുമ്പോ പിന്നെ എന്തായാലും ഇവരുടെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ ഇവരെ അങ്ങോട്ട് ഇന്ന് ഒരു ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മള്. കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഇറക്കി കൊടുത്തിട്ട് മുടിയെല്ലാം കട്ട് ചെയ്ത് എന്തെല്ലാം സെറ്റ് ആക്കിയിട്ടാണ് തിരിച്ചിറക്കാൻ വേണ്ടി പോകുന്നത്. ദുഗു കൊറേ കൊറിയൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഇപ്പൊ കൊറിയൻ ഫാൻസ് ആണെന്ന് തോന്നുന്നു. പിള്ളേഴ്സ് ഒക്കെ ഇപ്പോഴത്തെ അല്ലെ. നിങ്ങളുടെ വീട്ടിലെ കുട്ടികളും നോക്കിക്കോട്ടാ, കൊറിയക്കാരെ ഭയങ്കര ഇഷ്ടമായിരിക്കും. കൊറിയൻ ഡ്രാമ അതൊക്കെയാണ് കാണുക. അപ്പൊ കൊറിയൻ സ്റ്റൈല്. പിന്നെ നികിക്ക് എന്ത് സ്റ്റൈലാണെന്ന് എനിക്കറിയില്ല. അവിടെ ചെല്ലുമ്പോ കിട്ടുന്ന എന്തെങ്കിലും ഒരു സ്റ്റൈല് ഷോർട്ടാക്കാൻ പോകുന്നു ഗൈസ്. എനിക്ക് വയ്യ, ഇത് കഴിഞ്ഞ് കഴിയുമ്പോ നികിനെ കാണാൻ എനിക്ക് വയ്യ ഗൈസ്, വയ്യ. അപ്പൊ എന്തായാലും നമ്മള് നമ്മുടെ രമ്യച്ചിന്റെ കൂത്തുറമ്പിലുള്ള രമ്യാസ് മേക്ക് ഓവറിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് ഇവരുടെ മുടി മുറിക്കലും വേറെ എന്തൊക്കെയോ പരിപാടികളും കാഴ്ചകളൊക്കെ ആയിട്ട് കാണുന്ന ചെറിയൊരു വ്ളോഗ് വിട്ടാലോ എന്നാല്. ഓക്കെ, അങ്ങനെ നമ്മളിതാ നമ്മുടെ രമ്യാസ് മേക്ക് ഓവറിൽ എത്തിയിട്ടുണ്ട്. രണ്ടെണ്ണത്തിന്റെ മുട്ടടിച്ച് അങ്ങ് വിടാം. കേറ് കേറ്. വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്ന കാര്യം. ഹലോ, ഹായ്. എപ്പോഴും നമ്മള് രണ്ടാളല്ലേ വരുന്നേ, ഇന്നൊരാള് കൂടുതലുണ്ട്. നല്ല ചന്ദനത്തിരിന്റെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ടല്ലോ. ചന്ദനത്തിരിന്റെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ടല്ലോ. നല്ല ഭക്തിമാർന്ന് സഞ്ചരിക്കാണ്. എന്തെല്ലോ ലക്ഷ്യത്തോടുകൂടിയാ വന്നേക്കണത്. എനിക്കങ്ങനെ ബട്ടർഫ്ലൈ കട്ടടിക്കാൻ ദുഗു എന്ത് കട്ടടിക്കുന്നത്? എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ? നന്നായി പോകുന്നില്ലേ? നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഗൈസ്. ഇവിടെ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. അതെല്ലാം നമുക്ക് വഴിയെ കാണാം, മുമ്പും കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനാണ് രമേശിനോട് ഓരോ ദിവസവും അന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് വരണം. ഞാൻ വിളിക്കുമ്പോ രമേശ് തിരക്കിലാവും, രമേശ് വിളിക്കുമ്പോ ഞാൻ തിരക്കിലാവും. അങ്ങനെ ഇന്നലെ രാത്രി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ചേച്ചി എന്തായാലും നമുക്ക് നാളെ അതെ പെട്ടെന്ന് പ്ലാൻ ചെയ്താലേ ഒന്നും നടക്കൂല. നമുക്ക് പരിപാടി തുടങ്ങാം. ഇന്നത്തെ വ്ളോഗിൽ നികിയുടെ ദുഗുന്റെ മേക്ക് ഓവർ ആരംഭിക്കാം. ഞാൻ മുറിച്ചോട്ടെ. എന്റെ ഒരു ഇതില് ഇത് ഇത്ര വെച്ചാക്കാനാണ് ഇത് ഈ മുടിന്റെ ലെങ്ത്തില്. ഇത് ഇപ്പൊ നിന്റെ തലമുടി നിന്റെ ഇഷ്ടം എല്ലാം നിനക്ക് വിട്ട് നിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നു അല്ലെ ദുഗു? ഇത് ഓരോരുത്തരുടെ ഇഷ്ടമല്ല ഗൈസ്. കാരണം അങ്ങനെ ഇങ്ങനെ പറയുന്നത്. പിന്നെ ഇത് തിരിച്ചു വെക്കാൻ വേണ്ടി ഞാൻ വല്ല എക്സ്റ്റൻഷൻ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അവരവരുടെ മുടി മുറിക്കണോ വേണ്ടെന്നുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കുറച്ചിങ്ങനെ മുന്നിൽ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ആക്കിട്ടിട്ട് ഇവിടെ ഷോർട്ട് ബട്ടർഫ്ലൈ കട്ട് അടിച്ചിട്ട് ഇത്രയും ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും ആക്കി തുടങ്ങി ഒന്നും നോക്കണ്ടേ ചേച്ചി. ഇത് ഇവിടെ വെച്ച് കട്ടിരിക്കാൻ അങ്ങ് വെച്ചോ. തകർക്ക്. അതിലും മൊട്ടടിച്ചാ പോരെ. ഒരു മാറ്റം ആരാ ആഗ്രഹിക്കാത്തത്? സമ്മതം നികി, എന്താണ് നീ ഇങ്ങനെ തല കുളിക്കാന്നല്ലേ? നല്ലൊരു സുഖം ഉണ്ടാവില്ലേ? വെള്ളം ഇങ്ങനെ തലയിൽ വീഴുമ്പില്ലേ, അതും വേറൊരാള് നമുക്ക് തല കഴുകി തരുമ്പോ നല്ല സുഖല്ലേ.
ഞാനില്ലേ സത്യം പറയാല്ല രമ്യേച്ചിന്റെ അടുത്ത് വരുന്നതുകൊണ്ടില്ലേ ഇന്നലെ തല കഴുകിയിട്ടില്ല. എനിക്കറിയാം ഇവിടെ വന്ന രമ്യേച്ചി എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുന്നേയും ഫസ്റ്റ് ഹെയർ വാഷ് ആയിരിക്കും ചെയ്യിപ്പിക്കുവാന്ന്. അതോട് ഞാൻ തല കഴുകിയിട്ടില്ല. എല്ലാ പാർലറിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, ഫസ്റ്റ് ഹെയർ വാഷ് അല്ലേ. നന്നായില്ലേ, അതുകൊണ്ട് ലാഭായി. അതെ, ഒരു തല കഴുകൽ. ദുർഗനോട് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു മോളെ മുടി മുറിക്കാനാ പോകുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് കൂട്ടിയിട്ട് വന്നിട്ട് ഇവിടെ വന്നപ്പോ അമ്മേന്റെ മുടിയാണല്ലോ ഇത് മുറിക്കുന്നത്. ദുഗു വിചാരിക്കും ദുഗുന് ഉറക്കം വരുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് മോളുടെ മുടി സെറ്റ് ആക്കാൻ. ഓഫീസിൽ പറയാൻ പോകുന്നത് എന്തിനാ ഇത്രയും മുടി മുറിക്കുന്നേ, ഇത്രയും നല്ല മുടി മുറിക്കുന്നേന്നായിരിക്കുമല്ലോ പറയാതില്ലാതില്ല. പിന്നെ ഞാൻ വിചാരിച്ച് നമ്മളിനി പറഞ്ഞിട്ട് ഒരു ഇതായിട്ടുള്ള ഹസ്ബൻഡ് ആവണ്ടല്ലോന്ന് വിചാരിച്ചു. എന്താ പറയാ, അപ്പൊ മോരടനാവണ്ടല്ലോ എന്ന് കരുതി പറയുന്നില്ല. നോക്കാം. ഇവിടുന്ന് തൊട്ട് സ്കാൽപ്പ് തൊട്ട് ഇതാ ഇത്ര വരെ എന്റെ മുടി വളർന്നിട്ടുണ്ട്. ആദ്യം എത്ര ഉണ്ടാവുള്ളൂ മുറിച്ചിട്ടപ്പോ? അല്ല മുറിച്ചിട്ടപ്പോ ഇത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഇത് ഇത്ര ഇവിടെ കണ്ട, ഇവിടെ സ്ട്രൈറ്റും ഇവിടെ സ്ട്രൈറ്റ് അല്ലാണ്ട് ഒരു ബെൻഡ് അത് നമ്മള് മുടി വളർന്നതാണ്. സ്കാൽപ്പ് വളർന്ന മുടി നോർമൽ മുടിയായിരിക്കുമല്ല. ഞാൻ ഈ നേരത്തെ ഇരുന്ന സമയത്ത് ഇവിടെ ബാക്കിലും കണ്ടില്ല അങ്ങനെ ഒരു ബെൻഡ്. എന്റെ മുടിക്ക് ഇവിടെ നല്ല ഉള്ളുണ്ട്, താഴെയിലാണ് കുറച്ച് ഉള്ളില്ലാത്ത. അപ്പൊ നമ്മള് വിചാരിച്ച താഴെയില് എന്റെ മുടിന്റെ ഉള്ളു കുറച്ച് വേണം നിനക്ക്. ഓ എന്റെ അമ്മ എന്നെ പൈസ കൊടുത്ത് വാങ്ങി വെച്ചത്. ഇത് പൈസ കൊടുത്ത് നട്ടാ മതിയാ വാങ്ങി വെച്ച മുടി ഇനി അത് അത് ഇതാക്കാൻ വേണ്ടിട്ടല്ലേ. നോക്കും എന്റെ രമ്യേച്ചിക്ക് വേണ്ടി ഞാൻ എന്റെ മുടി നോക്കും. രമ്യേച്ചി അറിയുന്നത് എനിക്ക് വേണ്ടിയെങ്കിലും നീ നിന്റെ മുടി നോക്ക്. ഇല്ല എന്റെ രമ്യേച്ചിക്ക് വേണ്ടി ഇല്ലേച്ചി ഞാനിന്ന് നോക്കും. കട്ടിങ് സ്റ്റിച്ചിങ് എല്ലാം തുടങ്ങാം നമുക്ക്. ഇപ്പൊ മറ്റേ ഡുണ്ടുമോളല്ല ഫ്രണ്ടിന്ന് നിക്കുമോള് മാറി ഡുണ്ടുമോൾ. എന്തൊക്കെയാ ചെയ്യേണ്ടത്? അതെല്ലാം പോട്ടെ, അതെല്ലാം ഡാമേജ് ഹെയർ ആണ്. അതെല്ലാം പോയിട്ട് പുതിയ ഹെയർ വരും അല്ലേ. മുടി ഏകദേശം ഷോൾഡറിന്റെ ആ ലെങ്ത്തിൽ ഇത് ഈ ഒരു മുടിന്റെ ലെങ്ത് ഇല്ലേ മുടി പോവാ. ഇത് ഇങ്ങനെ നിന്നാ പോരെ, അത്ര മതി. അത്ര വെച്ച് വേണ്ട കേട്ടോ. എന്താ മോഡലാക്കി വരുമ്പോ ഒരു പടത്തിലില്ലേ സലീം കുമാർ ഇങ്ങനെ ആക്കുന്നില്ല. ഹാപ്പി ഹസ്ബൻഡ്സിലെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതെ, ഇവിടെ ഇപ്പൊ ക്രീം ഇട്ടിട്ട് ക്രീം അപ്ലൈ ചെയ്തല്ലേ, ഓരോ ലെയർ ആയിട്ട് എടുത്ത് ക്രീം അപ്ലൈ ചെയ്തോണ്ടിരിക്കുകയാണ്. കണ്ടോ? അതെ, ഒരു 90% കഴിഞ്ഞു അല്ലേ. അപ്പൊ ഈ മുറിക്കാനുള്ള മുടി എന്തിനാ ഇത്രത്തോളം വരെ സ്ട്രൈറ്റ് ചെയ്യുന്നു? മുറിക്കുന്നിടത്തോളം വരെ ചെയ്താൽ പോരെ രമ്യ? ഇതല്ലേ സ്ട്രൈറ്റ് ചെയ്തിട്ട് മുറിച്ചളയാലേ? സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എവിടത്തോളം വരെ വേണം. അതെ, ഇനിയിപ്പോ നികിട കഴിഞ്ഞു. നികിട ഇപ്പൊ ഇവിടെ ക്രീമൊക്കെ അപ്ലൈ ചെയ്തു, തലയിൽ കവറൊക്കെ ഇട്ട് കണ്ട്. ഇനി നമ്മുടെ ദുഗുവിന്റെ ഹെയറും കൂടി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടല്ലേ? ദുഗു എന്താ ചെയ്യാൻ വേണ്ടി പോകുന്ന രമ്യ? ഇത്
ബോട്ടം ലെയർ മാത്രം കൊടുക്കുക, എൻഡിൽ മാത്രം ലെയർ തൊട്ട് കട്ട് ചെയ്യാം. വെക്കേഷൻ അല്ലേ, ഇപ്പം മുടി കെട്ടേണ്ട ആവശ്യം വരില്ലല്ലോ. ബോട്ടം ലെയറും കൊടുക്കാം. വെക്കേഷനാണ് കുറച്ച് സ്റ്റൈലായിട്ട് നടക്കട്ടെ. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം വന്നിട്ട് എന്റെ മോളും ഇവരിപ്പോ രാത്രി ആവുമ്പോ അമ്മയും മോളും കൂടി ഉണ്ടല്ലോ പരിപാടിയാണ്. കാലിന്റെ കയ്യിനെ ഇട്ടാണ് അതന്നെ അമ്മ എന്താ ചെയ്യുന്നേ ആദ്യായിട്ടല്ലേ ഫസ്റ്റ് ടൈം അല്ലേ? അല്ലെങ്കിൽ കൊറേ ആയി മുടി ഇങ്ങനെ പാർലറിൽ എനിക്ക് കുടിച്ചിട്ടില്ല. ലാസ്റ്റ് അമ്മ ഇത് തുമ്പ് മാത്രം അമ്മ കുടിച്ചു. കൊറേ ആയി, 1 വർഷം അടക്കായി, 1 വർഷം 2 വർഷം ആവല്ലേ. അല്ല മുറിച്ചില്ല എന്റെ ഇടക്ക്, അറിയില്ല. നല്ല അടുപ്പ് കണ്ണടച്ചത് ഞാൻ തോന്നുന്നു. മുടി കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. എല്ലാവരും അന്ന് വീഡിയോ കണ്ടപ്പോൾ എല്ലാരും പറഞ്ഞത് ദുഃഖം മുടി മുറിക്കണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഇതാ മുറിച്ചിട്ടില്ല. തുമ്പൊന്ന് ചെറുങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഒന്ന് ആ വളഞ്ഞു നിൽക്കുന്നതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി മാത്രം. അതെ കട്ടെ ഡോറാബുജി എന്തായി നിക്ക്. അപ്പൊ തൽക്കാലമുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാം അല്ലെ? ഭക്ഷണം കഴിച്ചു വന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ദുഃഖുവിന്റെ മുടി സ്ട്രൈറ്റ് ചെയ്തു. അപ്പൊ അല്ല സോറി മറ്റേ ഹീറ്റ് ചെയ്ത് അത് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? ഇനി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ വീണ്ടും കണ്ടുമുട്ടി അങ്ങനെ അല്ലെ? കുറെ കാലത്തിന് ശേഷം രമ്യയുടെ ഹസ്സാണ് അറിയാം. മുമ്പത്തെ വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് വരാം എന്തായാലും. ഓക്കെ, ഞങ്ങളെല്ലാവരും അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. എനിക്ക് ചിക്കൻ ബിരിയാണി, ദുഗ്ഗു ചിക്കൻ ബിരിയാണി, രമ്യ ചോറാണ്. ഞങ്ങളൊക്കെ ചിക്കൻ ബിരിയാണി. ഇവിടെ ഒരാൾ മാത്രം സ്പെഷ്യൽ ബീഫ് ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ലതായിട്ട് തോന്നി കേട്ടോ. ബീഫ് നല്ല രസമുണ്ട്. ചിക്കൻ ബിരിയാണി നല്ലതാണ്. അതെ, ചോറ് അരി വെള്ളത്തിലിട്ടുണ്ടാവും. നമുക്ക് അടിച്ചേക്കാം. എന്നാ പിന്നെ നമ്മൾ കഴിക്കട്ടെ ഫുഡ് അല്ലേ? എന്നിട്ട് ബാക്കി പരിപാടി കാണാം. എനിക്കിടതൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളേ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിട്ട് വീണ്ടും പണികൾ തുടങ്ങിയിരിക്കുകയാണ് അല്ലേ? കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. പോക്കുന്നുണ്ട് ഇതിനുള്ളിൽ നിന്ന്. എനിക്ക് വേണ്ടി ഇത് ചെയ്യുന്നവരോട് ബുദ്ധിയെല്ലാം കൂടുമെന്നാണ് കുറച്ചല്ലേ? പുകച്ച് മറ്റേ പുറത്തേ അടിക്കല്ലേ? ഉള്ള ബുദ്ധിനെയൊക്കെ പുകച്ച് പുറത്തേ അടിക്കാണ് ഗൈസ്. എന്താ ഉറക്കം വരുന്നുണ്ടോ? ഭക്ഷണമൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുമ്പോ ഒരു ചെറിയ ഉറക്കം വരുന്ന തോന്നുന്നില്ലേ? ദുഃഖം കൂടി ഇരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം. മുടി നോക്കിയ നല്ലേ? അങ്ങനത്തെ മുടി ഇട്ടെങ്കിലേക്കും അല്ലേ? ഇപ്പൊ അയണിങ് നടന്നോണ്ടിരിക്കുകയാണല്ലേ? കണ്ട മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ അയണിങ് കൊടുത്താലാണ് ഇതായിട്ട് മുടിയായിട്ട് സെറ്റ് ആവുക അല്ലേ? മുടിയായിട്ട് ആ പ്രൊഡക്റ്റ് നല്ല ഹീലായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ഇതുപോലെ അയൺ ചെയ്യണം ഗൈസ്. ശരിയായ പോസ്റ്റ് ആവാന്നൊക്കെ പറയൂലേ? ആ പോസ്റ്റിൽ ഞങ്ങേ തല ഉണ്ടെങ്കിൽ എന്താ പറയാ, മറ്റേ ഏറ്റവും വലിയ ഹൈ വോൾട്ടേജ് കൂടിയ പോസ്റ്റിൽ വലിയ പോസ്റ്റൊക്കെ ആണല്ലോ, അതുപോലത്തെ പോസ്റ്റ് ആയിട്ടുള്ള ഞാൻ. ചെറിയ പോസ്റ്റ് അല്ല. രാവിലെ വന്നിട്ട് അങ്ങനെയാണ് ഭാര്യ, അതാണ് അങ്ങനെയല്ല പറയേണ്ടത്. ഭാര്യമാരുടെ സന്തോഷമാണ് ഭർത്താക്കന്മാരുടെ സമാധാനം. അങ്ങനെ പറയുന്നതാണ് നല്ലതല്ലേ? കാരണം സന്തോഷമില്ലാത്ത ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് സമാധാനം കൊടുക്കും. നമുക്ക് ധൈര്യത്തിൽ പറയാലോ. എന്താ ബ്യൂട്ടിയുടെ രഹസ്യം എന്ന് ചോദിച്ചാൽ പറയാലോ. എന്റെ ഭർത്താവ് എന്നെ മറ്റേ ജ്യോതിക സൂര്യൻ പറഞ്ഞ പോലെ എന്റെ ഭർത്താവ് എന്നെ കുറച്ച് ഹാപ്പിയായി വെച്ചിരിക്കേന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലെ കൊഞ്ചമല്ല, കൊഞ്ചം പറയുന്നില്ല. ഇവിടെ സൈഡാക്കിട്ട് ഇരുത്തിയിട്ടുണ്ട് കുണുവാവനെ. കുണുവാവക്ക് ചായയും കൂടി തിരുത്തിയിട്ടുണ്ട്.
ഇനി എന്താ ഒരു ചായ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഉച്ചക്ക് ബിരിയാണി, വൈകുന്നേരം ചായ ഇവിടെ കിട്ടും. വീട്ടിലിരുന്നാ കിട്ടുവാ? അപ്പൊ നമ്മള് വന്നപ്പോ പറഞ്ഞില്ല, ഇതാണ് നമ്മുടെ കൂത്തുപറമ്പിലെ രമ്യാസ് മേക്ക് ഓവർ കേട്ടോ. അപ്പൊ ഇതായിരിക്കണേ നമ്മുടെ രമ്യ, ഇതിന്റെ ഓണർ. അപ്പൊ ഓൾ ഇൻ ഓൾ അല്ലേ. അപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ നല്ല സൗകര്യമുള്ള ഒരു പാർലറാണ്, കൂത്തുപറമ്പിലാണ്. അപ്പോൾ ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോര്. ഇത് കണ്ടതാ, ഇവിടെ വെഡിങ്ങിനായിട്ട് വേറെ തന്നെ റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. കണ്ട ഇതിനുള്ളിലൊക്കെ കണ്ടില്ലേ, അതിനപ്പുറത്തോട്ടൊക്കെ സ്പേസ് ഉണ്ട്. അപ്പൊ എല്ലാം ചെയ്യുന്നില്ലേ ഇവിടെ വെഡിങ് അല്ലേ രമ്യ? A to Z എല്ലാ സർവീസും ഉണ്ട് ഇങ്ങോട്ട്. എല്ലാം ഉണ്ട്. ഈ ഡോറ് തുറന്ന് ഇങ്ങോട്ട് കയറുന്നതായിരിക്കും നിങ്ങൾ, പണ്ടത്തെ നിങ്ങൾ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് ഒരു പുതിയ നിങ്ങളായിട്ടായിരിക്കും അല്ലേ. രമ്യാസ് മേക്ക് ഓവറിന് വേണ്ടി ഞാൻ പുതിയൊരു ഇത് കൊടുത്തിട്ടുണ്ട് എൻ്റെ അല്ലേ. രമ്യാസ് മേക്ക് ഓവറിന് വേണ്ടി എൻ്റെ വക പുതിയൊരു സാധനം ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. ഡോറ് തുറന്ന് കയറിയാൽ പോകുന്നത് പുതിയ നിങ്ങളായിരിക്കും. അകത്തേക്ക് കയറി പുറത്തോട്ട് പോകുന്നത് നിങ്ങളൊരു പുതിയ നിങ്ങളായിരിക്കും അല്ലേ. ഇത് ദുഗ്ഗുവിന്റെ സെറ്റാക്കാനുണ്ടേ, സെറ്റാക്കിയിട്ട് കാണാം നമുക്ക് അല്ലേ. യെസ്, അത് തന്നെ. ഇത് സെറ്റാക്കി കഴിഞ്ഞിട്ട് സമയം കിട്ടിയിട്ട് വേണ്ടേ ഗൈസ് ഇത് സെറ്റാക്കാൻ. പാവന്റെ മോളെ വെറുതെ കൂട്ടി വന്ന്. അങ്ങനെ നമ്മുടെ നിഖിന്റെ മുടി ഇതാ ഇവിടെ ഏതാണ്ട് ഒരു ലെവലിലേക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്, കണ്ടതാ ഗൈസ്. അപ്പോ മുടി മുറിച്ച് ഈ ഒരു ലെവലിലേക്ക് നല്ല എന്താ നിഖി ഇത്? ഇത് ഷാമ്പൂല് കാണുന്ന മുടിയായാലും എനിക്ക് ഇപ്പൊ ഷാമ്പൂന്റെ പരസ്യം കാണുമ്പോഴേ ഞാൻ വിചാരിക്കലുണ്ടോ ഷാമ്പൂന്റെ പരസ്യത്തിലുള്ള പോലത്തെ മുടി എനിക്ക് വേണം. ഇതിപ്പോ അത് തന്നെയായി അല്ല. ഇതൊക്കെ സൂപ്പർ ആയിട്ടാ, നല്ല രസമുണ്ട് കാണാൻ. എനിക്കിവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അന്ന് ചെയ്തതിനെക്കാട്ടും. രമേശ് എന്നോട് പറഞ്ഞു എന്റെ മുടി നല്ലോണം വളരുകയും ചെയ്ത് നല്ല തിക്കും ഉണ്ട് ഇപ്പൊ മുടി. നല്ല ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞേട്ടാ. നന്നായിട്ടുണ്ട് അപ്പൊ നമ്മള് ഇതിനകത്ത് ആദ്യം പറഞ്ഞു വെറുതെ മുടി കട്ട് ചെയ്യാൻ വേണ്ടി പോയെന്നൊക്കെ. ഇത്രേ ഉള്ളു, മുടി കട്ടൊന്നും ചെയ്യില്ല. കട്ട് ചെയ്യാൻ പോവലെന്ന് ശരി തന്നെ. കട്ട് ചെയ്തു, കുറച്ച് കട്ട് ചെയ്തു, ഇത്രത്തോളം കട്ട് ചെയ്താ. പിന്നെ ഫ്രണ്ടിൽ നിന്നും കുറച്ച് കട്ട് ചെയ്തു അല്ലേ. താഴേല് ഇങ്ങനെ ഒരു ഡാമേജ് ആയിട്ട് മുടി അറ്റം ഇങ്ങനെ വിണ്ട് കീറിയിട്ടുണ്ടായിരുന്നു. ആ ഭാഗം കുറച്ച് കട്ട് ചെയ്തു, ബാക്കി ഇതുപോലെ സെറ്റ് ചെയ്തു. അതെല്ലാം കട്ട് ചെയ്തത്. എന്തായാലും അടിപൊളിയായിട്ട് നൈസ് ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങള് നിഖിൻ നിന്നിട്ടൊന്ന് കാണിക്കടി. ഇതാ നിഖിൻ നിന്നിട്ട് മുടി ഒന്ന് കാണാം. ഇതാ കണ്ട ശരിക്ക് നൈസ്, പൊളി പൊളി. വന്നതിൽ നഷ്ടമില്ല, പൊളിച്ച്. ഞണ്ട മുടി കൂടെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്തിട്ട് ഇത് തന്നെ ഉള്ളത് ഭാഗ്യം ഗൈസ്. മുമ്പ് ഇതുപോലെ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായത്. പൊളിച്ചോ. ഇനിയിപ്പോ ഒരു ഫൈനൽ വാഷും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അതും കൂടി കഴിഞ്ഞിട്ട് ഉണക്കി കഴിയുമ്പോഴാണ് ഇതിന്റെ ലാസ്റ്റ് റിസൾട്ട് അല്ലേ. അങ്ങനെ ഇനി ഒരാൾക്കൂടി എന്താ ചെയ്യാനുണ്ട്. എന്താ നമ്മടെ പോലത്തെ ഹെയർ വേണമെന്നാ പറഞ്ഞതല്ലേ ഇത്. എന്നാലും എന്റെ മോളുടെ ഹെയർ സൂപ്പറാടാ ഗൈസ്. അങ്ങനെ നമ്മുടെ ദുഗൂസിന്റെ മുടി കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടു. പിന്നെ എന്താ കാണിച്ചേ? ബാക്ക് കാണിച്ചേ? ഇത് നോക്കുതാ, കേളൊക്കെ ചെയ്ത ആരാണിത്? കാണിച്ചു തരാം നിക്കേ ഗൈസ്. ഇവര് ഈ മുടിയൊക്കെ ചെയ്തതിനു ശേഷം ഇവരുടെ മുഖം എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഇവര് ഫുൾ ടൈം ഇങ്ങനെ തിരിഞ്ഞു നിന്ന് കണ്ണാടി തന്നെയാണ്. കണ്ട മക്കളെ, ഇടക്കൊന്ന് ഇങ്ങോട്ട് തിരിയോ? ഓ അപ്പൊ എന്റെ ദൈവമേ കോട്ടപ്പ അല്ലേ. പറയൂല അല്ലേ. അപ്പൊ എന്തായാലും ഇവര് അടിപൊളിയായിട്ടുണ്ട്. ദുഗുന്റെ മുടി കാണിച്ചു. ദുഗുന്റെ മുടി ചെറുങ്ങനെ കട്ട് ചെയ്ത് ഒന്നുമില്ല, ചെറുതായിട്ട് തറ്റം മാത്രം മുറിച്ചൊരു കേളൊക്കെ ചെയ്ത് ഇതുപോലെ സെറ്റ് ആയി കൊടുത്തിട്ടുണ്ട് രമ്യ. പിന്നെ നികിടെ മുടി പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ പറഞ്ഞ പോലെ തന്നെ ഷാമ്പൂല പരസ്യം പോലെ ആയി കൊടുത്തിന് ഇവര്. അടിപൊളിയായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ
പിന്നെന്താ നമ്മളിത് ചെയ്യാനാണല്ലോ. ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ആണ് കേട്ടാ. അതെ, അപ്പൊ അത് ചെയ്തത് കൂടി പറയണം. നമ്മുടെ കൂത്തുപറമ്പ് രമ്യാസ് മേക്ക് ഓവർ അല്ലെ, രമ്യാസ് മേക്ക് ഓവർ ബ്രൈഡൽ സ്റ്റുഡിയോ അല്ലെ രമ്യ, ഞാനിവിടെ തന്നെയുണ്ട് കൂത്തുപറമ്പ്. അപ്പൊ നേരെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കുക. ഓൾ കേരള സർവീസ്, വെഡിങ് കേരള ഒക്കെ അവൈലബിൾ ആണ്. ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ ധൈര്യമായിട്ട് വിളിച്ചോ, നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും. പിന്നെ ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇങ്ങോട്ട് പോന്നാലും മതി അല്ലേ. അപ്പൊ എന്നാ പിന്നെ മുടിയെല്ലാം ആക്കണമെന്നുണ്ടെങ്കിൽ രമ്യേച്ചിനെ കോണ്ടാക്ട് ചെയ്തോട്ടാ. എനിക്ക് ഹാപ്പി അല്ലേ, ഞാൻ ഡബിൾ ഹാപ്പി, ഹാപ്പി അല്ലേ. ട്രിപ്പിൾ ഹാപ്പി. അപ്പൊ നിങ്ങൾ രണ്ടാളും ഹാപ്പി ആണെങ്കിൽ ഞാനും ഹാപ്പി. അപ്പൊ എന്താ പിന്നെ ഇനി വേറെന്താ, നിങ്ങളും എല്ലാവരും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ അടുത്തൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.